കൂത്തുപറമ്പ് നഗരസഭയിൽ സഞ്ചാരയോഗ്യമായ പാതയില്ലാതെ 8 കുടുംബങ്ങൾ പെരുവഴിയിലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരിക്കാം. എന്നാൽ നഗരസഭാ പരിധിയിലെ 26, 27 വാർഡുകളിലെ 8 കുടുംബങ്ങളിലെ വിവിധ പ്രായക്കാരായ 50ഓളം മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതമാണിത്. സംസ്കരിക്കാൻ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ നല്ലൊരു നടപ്പാത പോലുമില്ലാതെ വിഷമിക്കുകയാണ് ഇവർ. തൊക്കിലങ്ങാടിയെ പന്നിയോറ റോഡുമായി ബന്ധിപ്പിക്കുന്ന എളുപ്പമാർഗമായ ഇവിടെ പകുതി ഭാഗത്തു മാത്രമേ സഞ്ചാരയോഗ്യമായ റോഡുള്ളൂ. ബാക്കിയുള്ള 150 മീറ്ററും റോഡെന്നല്ല സഞ്ചാരയോഗ്യമായ നടപ്പാത പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതിലെ യാത്ര ചെയ്യാം, എന്നാൽ ജനങ്ങൾ കുറച്ച് സർക്കസ് പഠിച്ചാൽ നന്നായിരിക്കുമെന്ന് മാത്രം. കൂത്തുപറമ്പ് നഗരസഭാ പരിധിയിലെ 26, 27 വാർഡുകളിൽ ഉൾപ്പെടുന്നതാണ് ഈ ദുരിത വഴി. സഞ്ചാരയോഗ്യമായ പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ദുരിതമനുഭവിക്കുന്ന സമീപത്തിലെ 8ഓളം കുടുംബങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചതിനെ തുടർന്ന് 6 മാസത്തിനു മുൻപാണ് ബന്ധപ്പെട്ടവർ ഇവിടം സന്ദർശിച്ചത്. എന്നാൽ അത് വെറും പ്രഹസനം മാത്രമായിരുന്നെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഇതിപ്പോ നടപടി ഇങ്ങനെ റോഡ് നിർമ്മിക്കണം പറഞ്ഞു അവര് ബഡ്ജറ്റ് ഇല്ല എന്നാ പറയുന്നത്. അതൊക്കെ അല്ല, ഇത് കുറ്റിയടിക്കലും ചെയ്തിനാ വന്നിട്ട് കുറ്റിയടിക്കല്ലേ ചെയ്തിന്. പക്ഷെ അതൊരു പ്രഹസനം മാത്രം. ഒരു കുറ്റി അടിച്ച് പോയി എന്നേ ഉള്ളൂ. നമുക്കൊന്നും ചെയ്തേതില്ല. അതിൽ വീട്ടുകാർ എതിർക്കുന്നില്ല. ഇതാണ് കുറച്ച് ഇതെടുക്കുന്നത്. പക്ഷെ വീട്ടുകാർക്ക് ഒഴിവാക്കാൻ സമ്മതിച്ചിരിക്കും. പക്ഷേ എന്തെങ്കിലും നടപടി ആയാലും വീട്ടുകാർ ഇവർ കുറ്റി അടിച്ചത് ഒരുപാട് ദൂരത്തായിപ്പോയി. 5 മീറ്റർ വേണമെന്ന് പറയുന്നത്. 5 മീറ്റർ എന്നല്ല, 3 ഉള്ള ഇത് മതി നമുക്ക്. ഈ ഉള്ള ഇത്ര ഈ നടന്നു പോകുന്ന ഈ അപ്പുറത്തുനിന്ന് പറഞ്ഞാൽ ഇത്തിരി അപ്പുറത്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല, ആർക്കും കുഴപ്പമൊന്നുമില്ല. അന്നേരം ഒരു വഴിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അതിന് ഒരു വണ്ടി പോകുന്നില്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് നടന്നിട്ട് ധൈര്യത്തിൽ നടന്നു പോകാനുള്ള ഒരു സ്ഥലമെങ്കിലും നമുക്ക് കിട്ടാൻ. നിലവിൽ ഇവിടെ റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെന്നും ഈ പ്രദേശത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഇതാണ് നമ്മളെ റോഡിൻ്റെ അവസ്ഥ. റോഡല്ല, ഈ എന്താ പറയുക വരമ്പ്. ഇത് തൊക്കിലങ്ങാടിയിലേക്ക് എത്രയോ ആൾക്കാർ ഇതിലേ നടന്ന് പോകുന്ന വഴിയാണ്. നമ്മൾ 5-8 വീട്ടുകാർ വല്ലാണ്ട് നരകയാതന അനുഭവിക്കുന്നു. ഈ വഴി കൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ല. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആരും നമുക്കിത് ചെയ്തു തരുന്നില്ല. പിന്നെ 26, 27 വാർഡാണ് ഇത്. ഈ റോഡ് ഈ തോട് കവിയും. അന്നേരം നമ്മൾ ഇങ്ങോട്ടൊക്കെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ മഴ കണ്ടുകൊണ്ട് ആരും പുറത്ത് പോകില്ല. അഥവാ പോയാൾക്ക് തിരിച്ചു വരേണ്ടി വരുമല്ലോ. അന്നേരം ഈ തോട്ടിലേക്ക് വീഴല്ലേ. എന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് മേലോട്ടാവും. ഇവിടെ സഞ്ചാരയോഗ്യമായ നടപ്പാത പോലുമില്ലാത്തതിനാൽ സംസ്കരിക്കാൻ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ പോലും ഏറെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ടെന്നും പെട്ടെന്ന് സുഖമില്ലാതായവരെ കസേരയിലിരുത്തി പ്രധാന റോഡിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും ഇവർ പറയുന്നു. കുട്ടികൾക്കെല്ലാം പോകുക, കുട്ടികളെല്ലാം ഇങ്ങനെ പോകുന്നതിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇതിനെന്തെങ്കിലും ഒരു നടപടി വേണം. പിന്നെ ഇങ്ങനെയല്ല, വെള്ളം മഴക്കാലമെല്ലാം ഭയങ്കര ഒരു ഇതാണെന്നുള്ളത്. പിന്നെ എൻ്റെ മാമി ഇതേപോലെ പ്രായമുണ്ട്, 10-70 വയസ്സുണ്ട്. ഇതേപോലെ തന്നെ ഇങ്ങനെ ക്ഷീണമായിട്ട് കൊണ്ടുപോകുമ്പോൾ കസേരമേൽ എത്തിച്ചിട്ടാണ് കൊണ്ടുപോയി. പക്ഷേ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലെ കൂടി കൊണ്ടുപോകുക. വളരെയേറെ ദുരിതമനുഭവിച്ചാണ് സമീപ പ്രദേശവാസികൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. ശോചനീയാവസ്ഥയിലായ ഈ പാതയിലൂടെ സഞ്ചരിച്ച് അപകടത്തിൽപ്പെട്ടവരും നിരവധി പേരാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടം സഞ്ചാരയോഗ്യമായ ഒരു പാത നിർമ്മിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.